എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയാമോ? മുടി കൊഴിച്ചിലിനെ കുറിച്ചാട്ടോ. എല്ലാവരെയും അലട്ടുന്ന മെയിൻ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അല്ലേ? അപ്പോൾ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് എന്തൊക്കെ മാറ്റി നോക്കിയിട്ടും നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറ്റാൻ സാധിച്ചില്ലേ? ഇല്ലെങ്കിൽ മാറുന്നില്ലേ? എങ്കിൽ ഇതാ ഒരു അടിപൊളി നല്ല എഫക്റ്റീവായ ഒരു റെമഡി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പം മുടി കൊഴിച്ചിൽ മാത്രമല്ല, താരനും തലയിലെ ചൊറിച്ചിലും ഇവയ്ക്കെല്ലാമുള്ള ഒരു നല്ല അടിപൊളി ഹെയർ പായ്ക്കായിട്ടുമാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ. അതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും നമുക്ക് നോക്കാം. വീട്ടിൽ തന്നെ ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം മതി നമുക്കിതിന് കേട്ടോ. അതിന് മെയിനായിട്ട് വേണ്ടത് തേയില കേട്ടോ. തേയിലപ്പൊടി. ഈ തേയിലപ്പൊടി ഹെയർ ഗ്രോത്തിന് നല്ല ബെസ്റ്റ് ആണെന്ന് വെച്ചാൽ നല്ല ബെസ്റ്റാണ് ഈ തേയിലപ്പൊടി എന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ വേണ്ടത് തേയിലപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ കേട്ടോ. ഉലുവയും ഒരു സ്പൂൺ, തേയിലപ്പൊടിയും ഒരു സ്പൂൺ, പിന്നെ 2-3 കഷ്ണം 2-3 പീസിലെ നമ്മുടെ കറിവേപ്പില, 2-3 തണ്ട് കറിവേപ്പിലയുമാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അപ്പം പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെമ്പരത്തിയില. നല്ല കിളിന്ത് ചെമ്പരത്തിയിലല്ലേ, ആ ചെമ്പരത്തിയിലയും പൂവും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഇത് ഇത്രയുമാണ് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കറിവേപ്പിലയുടെ ഇലകൾ മുറിച്ചിടുക. അതിനുശേഷം അതിലേക്ക് ഉലുവയും തേയിലപ്പൊടിയും ഇട്ട് 1.5 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, അതിൽ കൂടുതൽ വെള്ളം ആക്കരുത് കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ആണെങ്കിലും മതി, അത് നിങ്ങളുടെ ഇഷ്ടം. 2 ഗ്ലാസിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇളക്കി വെട്ടിത്തിളയ്ക്കത്തില്ലേ, അതുപോലെ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുക. അതുപോലെ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വെട്ടിത്തിളച്ച് കഴിയുമ്പോഴത്തേക്കും, നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ, നന്നായിട്ട് തിളച്ച് പൊങ്ങണം, ആ രീതിയിൽ തിളയ്ക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളത് നമ്മളത് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് അതൊന്ന് ആറിച്ചിട്ട് അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുക. ആ വെള്ളം മാത്രം എടുക്കുക. അതിനുശേഷം നമ്മുടെ ചെമ്പരത്തി ഇലയും ഈ നമ്മൾ അരിപ്പ കൊണ്ട് അരിച്ചു വെച്ച ഈ വെള്ളമില്ലേ, തേയിലപ്പൊടിയും നമ്മുടെ ഉലുവയും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്ത ഈ വെള്ളവും നമ്മുടെ ചെമ്പരത്തി ഇലയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടും. വേറെ സെപ്പറേറ്റ് വെള്ളം ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ആ നമ്മൾ തിളപ്പിച്ചെടുത്ത ആ വെള്ളത്തിൽ വേണം ഇത് നമ്മൾ അരച്ചെടുക്കാൻ കേട്ടോ. അരച്ചതാ ഈ ഒരു പരുവത്തിൽ കുറച്ച് കുറുകിയായിരുന്നു ഇരുന്നത്. ഇങ്ങനെ തന്നെ വേണം ഇരിക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചെങ്കിൽ നീട്ടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ചെയ്യേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അതുപോലെ തന്നെ എന്നിട്ട് നമ്മുടെ മുടിയിലെ ചെടക്കെല്ലാം കളഞ്ഞ് നല്ല പല്ലകലമുള്ള ചീപ്പിട്ട് വേണം മുടി എപ്പോഴും ചെയ്യാനായിട്ട്. അപ്പം കഴിവതും കൈ കൊണ്ട് പതുക്കെ ഒന്ന് കൈ കൊണ്ട് ചെടക്കൊക്കെ കളഞ്ഞിട്ട് ചീപ്പ് കൊണ്ട് ചെയ്യണം. ഞാൻ കൈ കൊണ്ടാണ് കൂടുതലും കളയുന്നത്. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈ ഒരു ഹെയർ പാക്ക്, ചെമ്പരത്തി ഇലയുടെ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. നല്ല റിസൾട്ടാണ് ഇത്. ആഴ്ചയിൽ 1 തവണ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. താരൻ, അതുപോലുള്ള ഭയങ്കര ചൊറിച്ചിൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ല ഗുണം തരുന്ന ഒന്നാണ് ഈ ഹെയർ പാക്ക്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെമ്പരത്തി ഇലയും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കിട്ടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ തേയിലപ്പൊടി ഇല്ലാത്ത ഒരു വീടും കാണത്തില്ല അല്ലേ? ചായ കുടിക്കാത്ത ആരെങ്കിലും കാണുമോ? ഇല്ല. അപ്പോൾ തേയിലപ്പൊടിയും കാണും. പിന്നെ കറിവേപ്പില, അത് നമ്മുടെ പറമ്പിൽ എല്ലായിടത്തും എല്ലാ വീടുകളിലും ഒന്നുള്ളതാണ് ഒരു കറിവേപ്പിലയുടെ തൈ അല്ലെങ്കിൽ ചെടി. അപ്പം അതും എല്ലായിടത്തും കാണും അല്ലേ? പിന്നെ നമ്മുടെ ഉലുവ മീൻകറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉലുവ പൊടി അല്ലാതെ ഉലുവയും കാണും. അപ്പോൾ ഇത്രയും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഐറ്റംസ് ആണ്. അപ്പം ഒരുപാട് ബ്യൂട്ടി പാർലറിൽ പോയി കെമിക്കൽസ് ഒന്നും നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാതെ ഇതുപോലെ നാടൻ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഹെയറിനെ കെയർ ചെയ്യുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് അല്ലേ? അപ്പം മുടി കൊഴിച്ചിലും കാര്യങ്ങളും ഒക്കെ പോയി നമ്മുടെ മുടി നല്ല അടിപൊളിയാവാനും സഹായിക്കും. മുടി നല്ലപോലെ വളരാനും സഹായിക്കും. നല്ല അടിപൊളി റിസൾട്ടും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന്
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസ് കാണണം എന്നാഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണം എന്നാഗ്രഹമുള്ളവർ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ. ആ ബെൽ ബട്ടണും കൂടെ ഞെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ വിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അങ്ങനത്തെ നമ്മൾ ഹെയർ പാക്കൊക്കെ ഇട്ട് മുടിയൊക്കെ ഇതുപോലെ കെട്ടി ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം നിന്നാൽ മതി. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.